വചനമൊഴി നവംബർ 7. വചനഭാഗം 1 പത്രോസ് 1:13-20, ലൂക്കായുടെ സുവിശേഷം 19:1-10. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്നു പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണാൻ അവൻ ശ്രമിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമല്ലായിരുന്നു. ഈശോയെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലെയാണ് കടന്നു പോകാനിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക. എന്തെന്നാൽ ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടവരെല്ലാം പിറുപിറുത്തു, ഇവൻ പാപിയായ ഒരുവന്റെ കൂടെ താമസിക്കാൻ ചെന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ സ്വത്തിൽ പകുതി ഇതാ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. എന്തെന്നാൽ മനുഷ്യപുത്രൻ വന്നത് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിക്കാനും രക്ഷിക്കാനുമാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്ന സക്കേവൂസിന് ഈശോയെ കാണുവാൻ തടസ്സമായി നിന്നിരുന്നത് പൊക്കക്കുറവായിരുന്നു. അതുകൊണ്ട് അവൻ ഈശോ വരുമെന്ന് ഉറപ്പുള്ള വഴിയിൽ മുൻപേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറി കാത്തിരിക്കുകയാണ്. ഈശോ വരുമെന്ന് ഉറപ്പുള്ള വഴിയിൽ ഈശോയെ കാത്തിരിക്കുന്ന പൊക്കം കുറഞ്ഞവനായ സക്കേവൂസ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോയെ കാണുവാൻ സാധിക്കാതിരിക്കുന്ന അവസരങ്ങൾ കാണും. പ്രത്യേകിച്ച് പാപത്തിൽ വീണു പോകുന്ന അവസരങ്ങൾ. ആ അവസരങ്ങളിൽ ഈശോ വരുമെന്ന് ഉറപ്പുള്ള സ്ഥലം, അവിടെ പോയി നമ്മൾ കാത്തിരിക്കുകയാണ് ഈശോയെ കാണുവാൻ. നമ്മുടെ ജീവിതത്തിൽ കുമ്പസാരക്കൂട് ഈശോ വരുമെന്ന് ഉറപ്പുള്ള സ്ഥലമാണ്. നമുക്ക് കുറവുള്ള അവസരങ്ങളിൽ, നാം ബലഹീനരായിരിക്കുന്ന അവസരങ്ങളിൽ കർത്താവ് വരുമെന്ന ഉറപ്പോടുകൂടി അവിടത്തേക്ക് കാത്തിരിക്കാവുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്. അവിടുന്ന് അതുവഴി കടന്നു വരികയും യാതൊരു കണ്ടീഷനുമില്ലാതെ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മുടെ കൂടെയായിരിക്കുകയും ചെയ്യുന്ന ഈശോ. കുമ്പസാരക്കൂട്ടിൽ നിന്ന് ദൈവാലയത്തിലേക്ക് പോകുന്ന നാം സിക്കമോർ മരത്തിൽ നിന്ന് സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഈശോയുടെ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. എന്റെ ഭവനത്തിൽ വിരുന്നിനിരുന്നത് പോലെ നമ്മുടെ ദൈവാലയങ്ങളിൽ നാം വിരുന്നിനിരിക്കുന്നു. സിക്കമോർ മരമാകുന്ന കുമ്പസാരക്കൂട്ടിൽ നിന്ന് പരിശുദ്ധ കുർബാനയുടെ അൾത്താരയിലേക്ക് വിരുന്ന് പങ്കുവെക്കുന്നിടത്തേക്ക് നാം പോകുന്നു. സക്കേവൂസിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലും കൗദാശിക ജീവിതത്തിലും സ്വായത്തമാക്കുവാൻ, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കുറവുകൾ അനുഭവപ്പെടുമ്പോൾ ഈശോ വരുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ അവിടുത്തേക്കായി കാത്തിരിക്കുവാൻ, അവിടുത്തെ വചനം ശ്രവിച്ച് ഇറങ്ങി വരുവാൻ, കൂടെ നടക്കുവാൻ, വിരുന്നിൽ പങ്കാളികളാകുവാൻ നമുക്കും സാധിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.